പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് ചാനലുകളും യൂട്യൂബുകളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകളൊക്കെ എന്താണെന്ന് വെച്ചാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി നിർണയത്തെ പറ്റിയാണ്. നമ്മുടെ ശൈലജ ടീച്ചറെ അവരുടെ അവിടുന്ന് തട്ടകത്തിൽ നിന്ന് മാറ്റിയിട്ട് KPCC പ്രസിഡൻറ്റിനെതിരായിട്ട് മത്സരിക്കാമോ എന്ന് ചോദിക്കുന്നു. അവർ മത്സരിക്കാൻ തയ്യാറാകുന്നു, അങ്ങോട്ട് മാറ്റുന്നു. അതുപോലെ ഗോവിന്ദൻ്റെ ഭാര്യയെ ശ്യാമളയെ മത്സരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. അവർ മത്സരിപ്പിക്കാൻ ശ്രമിക്കുകയല്ല, അവർക്ക് സീറ്റ് കൊടുക്കുന്നു. ഷംസീറിന് സീറ്റില്ല. G. സുധാകരനെ മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ പുള്ളിക്കാരന് ഒത്തിരി നാളായിട്ട് പാർട്ടിയോട് വിഘടിച്ച് നിൽക്കുന്ന ഒരു പാർട്ടി, അതിനെപ്പറ്റി തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ പുള്ളി പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കാത്ത ഒരാൾക്ക് എങ്ങനെ പാർട്ടി സീറ്റ് കൊടുക്കുന്നത്? കാര്യം പുള്ളി പാർട്ടിയിൽ ഇപ്പോൾ ഇല്ല. പക്ഷേ പുള്ളി ഇങ്ങനെ മാറി എന്നുള്ളതിനെ പറ്റി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആലപ്പുഴയിലെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ ഒരു നേതാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ G. സുധാകരനാണ്. തോമസ് ഐസക്കൊന്നുമില്ല. അവരൊക്കെ ഒരു ഇതൊന്നുമില്ല. MA ബേബിയെക്കാട്ടിൽ സീനിയറാണ് G. സുധാകരൻ. MA ബേബി അത് G. സുധാകരന് കഴിഞ്ഞു വന്ന പാർട്ടിയാണ്. അപ്പോൾ ഈ ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും വലിയ നേതാവ് G. സുധാകരനാണ്. സീനിയോറിറ്റി അനുസരിച്ച്, വലിയ നേതാവെന്ന് ഞാൻ പറയുന്നത് സീനിയോറിറ്റി അനുസരിച്ചും കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം അനുസരിച്ചും. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ തന്നെ ഒത്തിരി രക്തസാക്ഷികളുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വന്തം അനിയൻ തന്നെ രക്തസാക്ഷിയായ വ്യക്തിയാണ്. അങ്ങനെയൊക്കെയുള്ള വ്യക്തിയാണ്. അതുപോലെ പുള്ളിക്കാരനൊരു അഴിമതിക്കാരനല്ല. ഒരഴിമതിയും, പുള്ളി ദേവസ്വം മന്ത്രിയായിരുന്നു, പൊതുമരാമത്ത് മന്ത്രി, ഒരഴിമതിയും ചെയ്തതായിട്ട്. പിന്നെ പുള്ളിക്കാരൻ ഇച്ചിരി തലക്കനമുള്ള വ്യക്തിയാണ്. പുള്ളിക്കാരൻ IAS പറ്റി ഒക്കെ പറഞ്ഞിട്ടുണ്ട് പണ്ട്. പിന്നെ പട്ടിയുടെ കഴുത്തേലെ IAS ഒന്ന് എഴുതിയിട്ട് ഒരു IAS എന്നൊക്കെ ചോദിച്ചാൽ കുറച്ച് ഇച്ചിരി മാടമ്പിത്തരമുള്ളൊരു വ്യക്തിയാണ്. അത് ശരിയാണ്. അത് കാരണമാണിത്. പക്ഷേ ഈ ആലപ്പുഴ ജില്ലയിലെ ഈ ന്യൂ ജനറേഷൻ മാർക്സിസ്റ്റുകാർ, അവർക്ക് പിണറായി വിജയനോട് വലിയ കാര്യം, പിണറായി വിജയൻ അവരോട് കാര്യമാണ്. അതുകൊണ്ട് അവരൊക്കെ ഉയർന്നു വന്നു. വെച്ചാൽ സജി ചെറിയാൻ, നാസർ, ആരിഫ്, പിന്നെന്തുവാ അവിടുത്തെ അമ്പലപ്പുഴ MLA പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം സുധാകരനെ അവർക്ക് ഒഴിവാക്കണമായിരുന്നു. അങ്ങനെയാണ് പുള്ളി ഒഴിവാക്കിയത്. ഇപ്പം ഇനി എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്കറിയാനൊക്കത്തില്ല. സുധാകരൻ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് വെളിയിലായി. ഇനി പുള്ളി സ്വതന്ത്രനായിട്ട് മത്സരിക്കുമോ ഇതൊന്നും അറിയാനൊക്കത്തില്ല. കാത്തിരുന്ന് കാണാം. ജയ് ഹിന്ദ്, നമസ്കാരം, എല്ലാവർക്കും ഗുഡ് നൈറ്റ്.